എന്താ പറയുക, ഇപ്പോൾ ഷാർജയിൽ ആത്മഹത്യ ചെയ്ത കൊല്ലം കേരളപുരം വിവഞ്ചിക വിവാഹബന്ധം വേർപെടുത്തുന്നതിനെക്കുറിച്ച് ആലോചിച്ചിരുന്നു എന്നുള്ള കാര്യം ഒരു ബന്ധു സ്ഥിരീകരിച്ചിരിക്കുന്നു. കാരണം ഈ ഭർത്താവിൻ്റെ പീഡനം വളരെ കൂടുതലായിരുന്നു. അത് സഹിക്കാൻ പറ്റാതെയാണ് താൻ മരണത്തിൻ്റെ വഴി കുഞ്ഞുമായി മരിക്കാൻ തീരുമാനിക്കുന്നത് എന്നുള്ള രീതിയിലുള്ള ആത്മഹത്യാക്കുറിപ്പ് പുറത്തു വന്നതിന് ശേഷം ഈ ഭർത്തൃ വീട്ടിലും ഭർത്താവിൽ നിന്നും ഇത്രയധികം പീഡനം ഈ വിവഞ്ചിക അനുഭവിച്ചിരുന്നുള്ള കാര്യം നമ്മൾ സംപ്രേഷണം ചെയ്തിരുന്നു. നിതീഷുമായുള്ള വിവാഹബന്ധം വേർപെടുത്തുന്നതിന് നിയമസഹായം തേടണമെന്ന് വിവഞ്ചിക ഒരിക്കൽ ആവശ്യപ്പെട്ടിരുന്നതായി ബന്ധു സന്ധ്യ 24-നോട് ഷാർജയിൽ വെളിപ്പെടുത്തി. വിവഞ്ചിക ആത്മഹത്യ ചെയ്യുമെന്ന് താൻ കരുതിയില്ലെന്നും ഷാർജയിലുള്ള സന്ധ്യ 24-നോട് പറഞ്ഞു. മരിച്ച വിഭഞ്ചികയുടെ ഷാർജയിലുള്ള ബന്ധുവും സുഹൃത്തുമായ സന്ധ്യയാണ് നമ്മളൊപ്പം ചേരുന്നത്. സന്ധ്യ നിരന്തരം കാണാറുണ്ടായിരുന്നോ? ഇവിടെ എത്ര കാലമായി ഇവിടെ ഷാർജയിൽ ഒരുമിച്ച്? ഞങ്ങളിപ്പോൾ 1 year ആയി ഷാർജയിൽ താമസം തുടങ്ങിയിട്ട്. അതിനുശേഷം ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ കാണാറുണ്ട്. കുഞ്ഞുണ്ടായ സമയം തൊട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നിട്ടുള്ളത്. അതുകൊണ്ട് കുഞ്ഞിനെ അവളെയും കാണാൻ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ പോവാറുണ്ട്. കുടുംബപരമായിട്ട് ഭയങ്കര അടുപ്പാണ്, കുഞ്ഞിനോടും ഭയങ്കര അടുപ്പാണ്, അവളുടെ കാര്യങ്ങളും അന്വേഷിക്കാറുണ്ട്. എന്തായിരുന്നു ഇവരുടെ ഒരു ബന്ധത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അങ്ങനെ പറയുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അതങ്ങനെ ആദ്യം തൊട്ടൊന്നും പറഞ്ഞിരുന്നില്ല. പിന്നെ ഞാൻ അവളുടെ അമ്മ വഴിയാണ് കാര്യങ്ങളൊക്കെ അറിഞ്ഞിരുന്നത്. അവൾ ആരോടും അങ്ങനെ ഷെയർ ചെയ്തിരുന്നൊന്നുമില്ല. അപ്പോൾ അവളുടെ അമ്മ കുറേ വിഷമങ്ങളും ഇതൊക്കെ പറഞ്ഞപ്പോൾ ഞാനൊന്ന് സംസാരിക്കാമെന്ന് വെച്ചിട്ട് ഞാൻ അങ്ങോട്ട്, അല്ലാതെ അതുവരെ നമ്മൾ വെറുതെ കാഷ്വൽ ടോക്സേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിനെക്കുറിച്ച് ഞാനിങ്ങനെ സംസാരിച്ചു. ഞാൻ കുറച്ച് മനോധൈര്യം കൊടുക്കുന്ന പോലെയൊക്കെ സംസാരിച്ചപ്പോഴാണ് എന്നോട് കുറേ കാര്യങ്ങൾ ഷെയർ ചെയ്തത്. അവൾ അനുഭവിച്ച കുറേ കാര്യങ്ങളും അവനിൽ നിന്നുണ്ടായ കുറേ മാനസിക വിഷമങ്ങളൊക്കെയാണ് എന്നോട് പറഞ്ഞത്. ഈ സ്ത്രീധനത്തിന്റെ പേരിലൊക്കെ പ്രശ്നങ്ങളുണ്ടെന്നാണ് ആ വോയിസ് നോട്ടിലൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്. ആ രീതിയിൽ എന്തെങ്കിലും അവർ പറഞ്ഞിരുന്നു? അത് എൻ്റെ അറിവിൽ ഇവള് ഫിനാൻഷ്യലി ഇത്തിരി ലോ ആയിട്ടുള്ള ഫാമിലിയാണ്. അപ്പോൾ പക്ഷെ അവർ കല്യാണമൊക്കെ നന്നായിട്ട് തന്നെയാണ് കഴിപ്പിച്ച് വിട്ടത്. അതിൻ്റെ കുറച്ച് ബാധ്യതകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അവർക്ക്. അപ്പോൾ അവൾക്ക് ഫിനാൻഷ്യലി ഇതില്ല, വീടില്ല എന്നൊക്കെ പറഞ്ഞ് അവളെ എപ്പോഴും ഇൻസൾട്ട് ചെയ്യും. അപ്പോൾ അവളെ എപ്പോഴും അടിച്ചമർത്തിക്കൊണ്ടിരിക്കും. അവൾ കുട്ടി ഉണ്ടായതിനു ശേഷം അവളുടെ അമ്മ കൂടെ ഉണ്ടായിരുന്നു ഒരു 3 മാസം. ആ സമയങ്ങളിലൊക്കെ ഇതേപോലെ അമ്മയുള്ളപ്പോൾ ഭയങ്കര ഇൻസൾട്ടിങ് ആയിട്ടുള്ള വർത്തമാനങ്ങളായിരുന്നു പറയുന്നത്. നിങ്ങൾ ഈ വിഷയം നിതീഷിനോട് സംസാരിക്കാൻ അവസരം കിട്ടിയിരുന്നു? അങ്ങനെ എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടായിരുന്നോ? നിതീഷ് ഹസ്ബൻഡിനെ വിളിച്ചിരുന്നു. ഡൈവേഴ്സ് വേണമെന്ന് പറഞ്ഞിട്ട് അവളോട് ഡൈവേഴ്സ് തരാൻ പറയണം ചേട്ടാ എന്നിട്ടാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാനും അവനെ ഓക്കെ നമുക്ക് നോക്കാം, കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒക്കെ ഒരുമിച്ച് ജീവിക്കാൻ പറ്റാത്തൊരു നിൽക്കണമെന്നുള്ള ആ കോൺസെപ്റ്റ് തന്നെയാണ് എനിക്ക് ഉള്ളത്. പിന്നെ അവൻ വിളിച്ചിട്ടില്ല. ആത്മഹത്യ ചെയ്ത ആ ദിവസം അന്ന് വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ എന്തെങ്കിലും ചെയ്തിരുന്നു? അതിൻ്റെ തൊട്ട് തലേ ദിവസമൊക്കെ ഞാൻ മെസ്സേജ് അയച്ചിരുന്നു. അതെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ ഡൈവേഴ്സിന് ഇത് കൊടുത്തിട്ട് അവിടെ നിന്ന് ജഡ്ജായിട്ട് വിളിച്ചു എന്നുള്ളത് അറിഞ്ഞു. അപ്പോൾ അവൾ ഫോൺ എടുത്തിട്ടില്ല. അപ്പോൾ അത് നാട്ടിൽ അറിഞ്ഞ അവളുടെ അമ്മ അറിഞ്ഞ്, അപ്പോഴേക്കും അവളുടെ അമ്മയ്ക്ക് ടെൻഷനായി, ഇവൾ ഒറ്റയ്ക്കല്ലേ. അപ്പോൾ എൻ്റെ അച്ഛനോട് പറഞ്ഞ് ഒരു വക്കീലിനെയൊക്കെ ഇവിടെ കോൺടാക്ട് ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഏർപ്പാടാക്കി. അച്ഛൻ നമ്പറൊക്കെ കൊടുത്തു. അവളോടും അമ്മോടും വിളിക്കാൻ പറഞ്ഞു. അപ്പോൾ അമ്മ വിളിച്ചപ്പോൾ നാട്ടിൽ നിന്ന് കിട്ടിയില്ല, എന്നാൽ അവളോട് നേരിട്ട് വിളിക്കുക എന്ന് പറഞ്ഞാൽ അവളെ ഞങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ അവൾ ഫോൺ വിളിച്ചാൽ സ്വതവേ എടുക്കൽ കുറവാണ്. കുട്ടി ഓഫീസിലെ തിരക്ക് കുട്ടി എന്നൊക്കെ പറഞ്ഞാൽ വാട്സപ്പ് മെസ്സേജ് ചെയ്ത് റിപ്ലൈ തരും. അപ്പോൾ ഞാൻ മെസ്സേജ് അയച്ചു, എന്താ നീ ഫോൺ എടുക്കാത്തത്, അവർ വിളിക്കുമ്പോൾ ഫോൺ എടുക്കണം, അത് ചെറിയ കാര്യമല്ല, നമ്മളതിനെ റെസ്പോണ്ട് ചെയ്യണം. അപ്പോൾ അവൾ പറഞ്ഞു ഞാൻ കുഞ്ഞിനെ ഉറക്കായിരുന്നു സോമോ, അത് കുഴപ്പമില്ല, അത് അമ്മ പേടിച്ചിട്ട് പറഞ്ഞാൽ ഞാൻ ഓക്കെ ആക്കിക്കോളാം. ഞാൻ അങ്ങനെയല്ല, അത് റെസ്പോണ്ട് ചെയ്യണം. അപ്പോൾ ഞാൻ പറയാം എന്ന് പറഞ്ഞിട്ടൊരു ലാസ്റ്റ് മെസ്സേജ്, അതാണ് ലാസ്റ്റ് ഇങ്ങോട്ട് വന്ന മെസ്സേജ്. മകളുടെ ഡെഡ് ബോഡി ഇവിടെ തന്നെ വേണമെന്നാണ് നിതീഷ് പറയുന്നത്. പക്ഷേ പെങ്കൊച്ചിൻ്റെ അമ്മയ്ക്കും ബ്രദറിനും നമുക്കെല്ലാവർക്കും കുട്ടീനെ നാട്ടിലേക്ക് കൊണ്ടുപോകണം തന്നെയാണ്. ഇവിടെ അങ്ങനെ ആരും ഇല്ലാതെ പോലെ ഇത് ആവണ്ട. കുഞ്ഞിൻ്റെയും അമ്മയുടെയും മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടികൾ എങ്ങനെയെങ്കിലും അധികാരികളുടെ ഭാഗത്ത് ഉണ്ടാകണം. അതിനുവേണ്ടി ഏതറ്റം വരെയും പോകുന്നതാണ് ബന്ധുക്കൾ ഇപ്പോൾ നമ്മളോട് പറയുന്നത്. എന്തായാലും ഇപ്പോൾ ഷാർജയിൽ ഫോറൻസിക് പരിശോധനയിലാണ് ഇരുവരുടെയും മൃതദേഹങ്ങൾ. അതിനുശേഷം ഫോറൻസിക് റിപ്പോർട്ട് ലഭിച്ച ശേഷമേ നാട്ടിലേക്ക് കൊണ്ടുപോകുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനമാവുകയുള്ളൂ. ഷാർജയിൽ നിന്നും ശരച്ചെറുകുന്നതിനൊപ്പം അരുൺ പാറാട്ട്, 24. ഇപ്പോൾ ദുബായിൽ നിന്ന് അരുൺ പാറാട്ട് തത്സമയം ചേരുകയാണ്. അരുൺ, യഥാർത്ഥത്തിൽ ഈ വിവഞ്ചികയുടെ ബന്ധുവിൻ്റെ വെളിപ്പെടുത്തൽ ഒരു ഐ ഓപ്പണറാണ്. ഒരുപാട് പീഡനങ്ങൾ അവർ സഹിച്ചു എന്ന് ആത്മഹത്യാക്കുറിപ്പിൽ കണ്ടു. എന്നാൽ ഇത് സാക്ഷ്യപ്പെടുത്തുകയാണ് ബന്ധു. ഒരു മോചനത്തിന് തന്നെ അവർ ശ്രമിച്ചിരുന്നു, വിവാഹമോചനത്തിന് ശ്രമിച്ചിരുന്നു എന്ന് ബന്ധു പറയുന്നു. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ പറഞ്ഞ അവസാന വാക്കുകളും തുടങ്ങുകയാണ്. ഈ നാട്ടിലേക്ക് മൃതദേഹം കൊണ്ടുവന്ന് ഇവിടെ ചന്ദനത്തോപ്പിനടുത്തുള്ള കേരളപുരത്ത് സംസ്കരിക്കുന്നതിന് എന്താണ് പ്രായോഗികമായി ബുദ്ധിമുട്ട്? അവിടുത്തെ മലയാളി സംഘടനകളൊക്കെ ഇക്കാര്യത്തിൽ സഹായിക്കില്ലേ? ഗുഡ് മോർണിംഗ്. ഈ വിഭജികയുടെയും മകളുടെയും ഈ മരണവാർത്തയുടെ ഞെട്ടലിൽ നിന്ന് പ്രവാസി സമൂഹം ഇപ്പോഴും മുക്തരായിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. സുഹൃത്തുക്കൾ അടക്കം വിഭജിക ഇത്തരമൊരു പ്രവൃത്തി ചെയ്തു എന്നത് വിശ്വസിക്കാനാകാതെ നിൽക്കുകയാണ്. നമ്മൾ സംസാരിക്കുന്ന ആളുകൾ ഈ രീതിയിലൊന്നും വിശ്വസിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണുള്ളത്. സ്ത്രീധനത്തിന്റെ പേരിലുള്ള പ്രശ്നമാണ് ഇത്തരത്തിൽ മരണത്തിലേക്ക് നയിച്ചതെന്നുള്ള ആരോപണമാണ് ഇപ്പോൾ വലിയ തോതിൽ തന്നെ ശക്തമാക്കിയിരിക്കുന്നത്.
എന്നാലും വിവാഹബന്ധം ഏർപ്പെടുത്തുന്നതിനായി നിയമസഹായം തേടണം എന്ന് ഉൾപ്പെടെ പറഞ്ഞ് ഈ സുഹൃത്തുക്കളൊക്കെ കൂടെ നിൽക്കാൻ ശ്രമിച്ചിരുന്നു എന്നും ഒരിക്കലും ഈ രീതിയിൽ ആത്മഹത്യ ചെയ്യുമെന്ന് കരുതിയില്ല എന്നുമാണ് നമ്മളിപ്പോൾ സംസാരിച്ച സന്ധി ഉൾപ്പെടെയുള്ള ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ തന്നെ പറയുന്നത്. അതോടൊപ്പം തന്നെ ഏറ്റവും ഒടുവിൽ വരുന്ന മറ്റൊരു വിവരം അനുസരിച്ച് ഈ മരണം തീരുമാനിച്ചുറപ്പിച്ചിരുന്നു എന്ന് മനസ്സിലാക്കുന്ന തരത്തിൽ മരണത്തിന് ഒരു ദിവസം മുൻപ് വിഭജിക തന്റെ കയ്യിലുണ്ടായിരുന്ന പണവും സ്വർണവും അതോടൊപ്പം തന്നെ തിരിച്ചറിയൽ രേഖകളും ബാങ്ക് ATM കാർഡും ഉൾപ്പെടെ ഒരു കവറിലാക്കി മറ്റൊരു സുഹൃത്തിനെ ഏൽപ്പിച്ചിരുന്നു എന്ന വിവരം വരുന്നുണ്ട്. ഈ ബന്ധുവായ നമ്മളോട് ഇപ്പോൾ സംസാരിച്ച ഈ ഒരു സന്ധ്യയ്ക്ക് നൽകണമെന്നും ഇത് നാട്ടിലേക്ക് കൊടുത്തുവിടാനുള്ള ഒരു സാധനമാണ് എന്നതടക്കം പറഞ്ഞാണ് നൽകിയിരുന്നത്. മരണശേഷം ഇവിടെ ഒരു വക്കീലിന്റെ സാന്നിധ്യത്തിൽ ആ സുഹൃത്ത് ഈ സാധനങ്ങൾ ഇപ്പോൾ സന്ധ്യ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇത് ഷാർജ പോലീസിനെയും ഈ വിവരം അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ഷാർജ പോലീസ് ഈ കേസിൽ കൃത്യമായി തന്നെ അന്വേഷണം പുരോഗമിക്കുകയാണ്. ചോദിച്ച ചോദ്യത്തിന് ഇന്ത്യൻ കോൺസുലേറ്റും എംബസിയും ഈ വിഷയത്തിൽ കൃത്യമായി തന്നെ ഇടപെടൽ നടത്തി വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ ഉൾപ്പെടെയുള്ള സംഘടനകളും വിഷയത്തിൽ സാധ്യമായ എല്ലാ സഹായവുമായി രംഗത്തുണ്ട്. കഴിഞ്ഞ ദിവസം പബ്ലിക് പ്രോസിക്യൂട്ടർ ഇതുമായി ബന്ധപ്പെട്ട മൊഴി ഉൾപ്പെടെ രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വിഭജിയുടെയും മകളുടെയും മൃതദേഹം നാട്ടിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിക്കണമെന്ന് തന്നെയാണ് ബന്ധുക്കൾ ആവശ്യപ്പെടുന്നത്. അതിനാൽ തന്നെ അതിൽ ഈ ഭർത്താവ് മകളുടെ മൃതദേഹം ഇവിടെ സംസ്കരിക്കണം എന്ന ആവശ്യം ഉന്നയിച്ച് രംഗത്തെത്തിയിട്ടുണ്ട് എന്ന് അറിയിച്ചിട്ടുണ്ട്. ഇതിനെതിരെ ബന്ധുക്കൾ എംബസി അടക്കം സമീപിച്ചിട്ടുണ്ട്. വിഭജിയുടെ സഹോദരൻ കാനഡയിലാണുള്ളത്. അദ്ദേഹം ഉടൻ തന്നെ ദുബായിൽ എത്തും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹം അധികൃതർക്ക് നേരിട്ട് തന്നെ പരാതി സമർപ്പിക്കാൻ ഒരുങ്ങുകയാണ് എന്ന് അറിയുന്നുണ്ട്. എന്തായാലും ഇരുവരുടെയും മൃതദേഹം ഇപ്പോൾ ഷാർജ അൽ ഖാസിമി ആശുപത്രി മോർച്ചറിയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇരുവരുടെയും ഫോറൻസിക് പരിശോധനാ ഫലം ലഭിക്കേണ്ടതുണ്ട്. ഇതിന് ശേഷമായിരിക്കും ഇതിൽ തീരുമാനം കൈക്കൊള്ളുക. ഇന്നും നാളെയും ഒക്കെ അവധിയാണ്. അതായത് അവിടുത്തെ പോലീസ് ഈ ആത്മഹത്യാക്കുറിപ്പിന്റെ പേരിൽ കേസെടുത്തിട്ടില്ലേ? കാരണം ഇപ്പോൾ ഈ ഭർത്താവാണല്ലോ പറയുന്നത് അവിടെ തന്നെ സംസ്കരിക്കണമെന്ന്. ഒരു കേസിൽ അക്യൂസ്ഡായി നിൽക്കുകയാണ് ഈ ഭർത്താവ്. അപ്പോൾ അങ്ങനെ പ്രതിയായി നിൽക്കുന്ന ഒരാൾ അല്ലെങ്കിൽ ആരോപണ വിധേയനായ ഭർത്താവ് പറയുന്നത് നിയമത്തിന് കേൾക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഇവിടെ നിലനിൽക്കുമ്പോൾ ഈ നാട്ടിലുള്ള ആളുകൾ പറയുന്നതല്ലേ അവിടുത്തെ ദുബായ് ഭരണകൂടമൊക്കെ ചെവിക്കൊള്ളേണ്ടത്? അതിൽ നിയമപരമായിട്ടുള്ള ചെറിയ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ് നമ്മളിപ്പോൾ ഇവിടെയുള്ള വക്കീൽ ഉൾപ്പെടെയുള്ള ആളുകളോട് സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത്. അതായത് പ്രേരണാ കുറ്റം ഇവിടെ നിലനിൽക്കുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. അതാണ് ഇവിടെയുള്ള നിയമപരമായിട്ടുള്ള ഏക പ്രതിസന്ധി. എന്നാലും ഈ വിഷയത്തിൽ ഇന്ത്യൻ എംബസിക്കും കോൺസുലേറ്റിനും കൃത്യമായി തന്നെ ഒരു നടപടി എടുക്കാൻ സാധിക്കും. ഈ വിഷയത്തിൽ ഇടപെടാൻ സാധിക്കും. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്കാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഈ ബന്ധുക്കൾ എല്ലാവരും തന്നെ അതിനുവേണ്ടിയാണ് ശ്രമിക്കുന്നത്. ഇതിൽ എംബസി എന്ത് നിലപാടെടുക്കുമെന്നത് ഈ ഫോറൻസിക് റിപ്പോർട്ട് വന്നതിന് ശേഷമായിരിക്കും. മരണത്തിൽ എന്തെങ്കിലും അസ്വാഭാവികതയും ഉണ്ടോ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ ഫോറൻസിക് റിപ്പോർട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ശേഷമായിരിക്കും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അതിപ്പോൾ തിങ്കളാഴ്ചയ്ക്ക് ശേഷമായിരിക്കും വരിക. അതിനുശേഷമാണ് ഈ വിഷയങ്ങളിലെല്ലാം തന്നെ എന്ത് നിലപാടായിരിക്കും എടുക്കുക എന്ന് മനസ്സിലാക്കുക. എന്തായാലും ഷാർജ പോലീസ് അന്വേഷണം കൃത്യമായി തന്നെ ഊർജിതമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഭർത്താവിന് യാത്രാവിലക്ക് ഉൾപ്പെടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വിഷയത്തിൽ ഇപ്പോൾ ഉന്നതതല ഇടപെടലുകൾ നടക്കുന്നുണ്ട്. അധികാരികളുടെ കൃത്യമായ ശ്രദ്ധയുണ്ട് എന്ന് തന്നെയാണ് ഈ വിഷയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, അരുൺ പാറാട്ടാണ് വിവരങ്ങൾ നൽകിയത്. ഷാർജയിൽ ആത്മഹത്യ ചെയ്ത വിഭജിക ഒരുപാട് ഭർത്തൃപീഡനം അനുഭവിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഭർത്താവിൻ്റെ അച്ഛനും ഒക്കെ തന്നെ പീഡിപ്പിച്ചതിൻ്റെ വാർത്തകൾ പുറത്തു വന്നിരുന്നു. ആത്മഹത്യാക്കുറിപ്പിൽ അവർ വിശദമായി ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഷാർജയിലുള്ള ഒരു ബന്ധു സാക്ഷ്യപ്പെടുത്തുന്നത് വിഭജിക വിവാഹമോചനത്തെക്കുറിച്ച് ആലോചിച്ചിരുന്നു, നിയമസഹായം തേടിയിരുന്നു എന്ന് തന്നെയാണ്. മാത്രമല്ല ആത്മഹത്യ ചെയ്തതിന് മണിക്കൂറുകൾക്ക് മുമ്പേ തന്നെ അന്ത്യയാത്രയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങളെല്ലാം അവർ ചെയ്തിരുന്നു എന്നാണ് സന്ധി എന്ന ബന്ധു ഷാർജയിൽ നിന്ന് പറയുന്നത്. ഷാർജയിലാണ് ഈ കൊല്ലം കേരളപുരത്തെ ചന്ദനത്തോപ്പ് സ്വദേശിനിയായ വിഭജിക ആത്മഹത്യ ചെയ്ത് സ്വന്തം കുഞ്ഞിനെ കൊലപ്പെടുത്തിയതിന് ശേഷമാണ് അവർ ആത്മഹത്യയുടെ വഴി തിരഞ്ഞെടുത്തത്. ഭർത്തൃപീഡനം സഹിക്കവയ്യാതെയാണ് ഇവർ ഈ പാതകം ചെയ്തത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.